വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് എഡ്യൂക്വസ്റ്റ് ആണ്. എഡ്യൂക്വസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, കോഡിംഗ് തുടങ്ങിയ വിവിധയിനം വിഷയങ്ങളിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വയം പഠിക്കാവുന്ന ക്ലാസുകളും വിദഗ്ധ പരിശീലകരോടൊപ്പം ലൈവ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. ഗെയിമിഫൈഡ് പഠന രീതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ പ്രായോഗിക പ്രൊജക്റ്റുകളിൽ പരിശീലിക്കാനുമുള്ള സൗകര്യമുണ്ട്. കോഴ്സുകൾ തമിഴിലും ഇംഗ്ലീഷിലുമാണ് ലഭ്യമായിട്ടുള്ളത്. സർട്ടിഫിക്കേഷൻ നേടി നിങ്ങളുടെ കരിയർ മുന്നോട്ട് നയിക്കുവാൻ വില കുറഞ്ഞ കോംബോ ഓഫറുകളും എഡ്യൂക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എഡ്യൂക്വസ്റ്റിന്റെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക. The struggle to find courses that truly speak your language, it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career building programs to skill boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor-made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions. പത്മശ്രീ ഡോക്ടർ കമൽ ഹാസൻ ഭാഗം 2. തമിഴ് സിനിമയിലെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നായ വരുമൈൻ നിറം സിഗപ്പു എന്ന ചിത്രത്തിൽ ശ്രീദേവിയും ഒന്നിച്ച് അഭിനയിച്ചു. 1980 ഇറങ്ങിയ ഈ ചിത്രത്തിൽ തൊഴിൽ രഹിതനായ ഒരു യുവാവിൻ്റെ വേഷമായിരുന്നു കമൽ ഹാസന്. അക്കാലത്ത് തന്നെ രജനീകാന്ത് നായകനായി അഭിനയിച്ച തില്ലു മുല്ലു എന്ന ചിത്രത്തിൽ അതിഥി താരമായും അദ്ദേഹം അഭിനയിച്ചു. കെ ബാലചന്ദ്രന്റെ തെലുങ്ക് സിനിമയായ മാരോ ചരിത്രയുടെ ഹിന്ദി പുനർനിർമ്മാണത്തിലൂടെ കമൽ ഹാസൻ ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം നടത്തി. ഏക് ദുജെ കെ ലിയെ എന്ന ഈ ചിത്രത്തിൽ രതി അഗ്നിഹോത്രി ആയിരുന്നു നായിക. 1981 തൻ്റെ 100ാമത്തെ ചിത്രമായ രാജാ പർവയിലൂടെ നിർമ്മാതാവായും കമൽ ഹാസൻ മാറുകയുണ്ടായി. ജനപ്രീതി നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ചിത്രത്തിലെ അഭിനയത്തിന് കമൽ ഹാസന് ഫിലിം ഫെയർ അവാർഡ് നേടാൻ കഴിഞ്ഞു. ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത മൂന്നാം പിറൈ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കമൽ ഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഓർമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന ഒരു അധ്യാപകന്റെ വേഷമായിരുന്നു ഇതിൽ. ഈ ചിത്രം പിന്നീട് ബാലു മഹേന്ദ്ര തന്നെ ഹിന്ദിയിലേക്ക് സത്മ എന്ന പേരിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. 1983 കെ വിശ്വനാഥൻ സംവിധാനം ചെയ്ത സാഗര സംഗമം എന്ന ചിത്രത്തിലെ നൃത്തക്കാരൻ്റെ വേഷം വളരെ മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് തെലുങ്കിൽ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. 1986 കെ വിശ്വനാഥൻ സംവിധാനം ചെയ്ത സ്വാതി മുത്യം എന്ന സിനിമയിൽ പഠനവൈകല്യമുള്ള ഒരു സാധാരണക്കാരനായി ആണ് അഭിനയിച്ചത്. ഈ സിനിമ അക്കാദമി അവാർഡുകളിലേക്കുള്ള 1986 ഇന്ത്യയുടെ ഔദ്യോഗിക നാമനിർദ്ദേശമായിരുന്നു. ആന്ധ്രാപ്രദേശിൽ ഈ സിനിമയ്ക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത്. പിന്നീട് കമലഹാസന്റെ ഒട്ടുമിക്ക തമിഴ് സിനിമകളും തെലുങ്കിലേക്ക് മൊഴിമാറ്റം നടത്തപ്പെട്ടു. പിന്നീട് വന്ന പുന്നക്കൈ മന്നൻ, വെട്രിവിഴ എന്നീ ചലച്ചിത്രങ്ങളെല്ലാം വൻ വിജയങ്ങളായിരുന്നു. ചാപ്ലിൻ ചെല്ലപ്പ എന്ന ഹാസ്യരസ പ്രധാനമായ വേഷമായിരുന്നു പുന്നക്കൈ മന്നൻ എന്ന സിനിമയിലെങ്കിൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വെട്രിവിഴയിൽ അദ്ദേഹം അഭിനയിച്ചത്. മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന ചിത്രം അദ്ദേഹത്തിന് 2ാമത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്തു. മുംബൈയിലുള്ള ഒരു അധോലോക നായകന്റെ കഥയാണ് നായകൻ എന്ന സിനിമ. 1987 നായകൻ എന്ന സിനിമയും അക്കാദമി അവാർഡിനു വേണ്ടി പരിഗണിക്കപ്പെട്ടു. നായകൻ എന്ന സിനിമ ടൈം മാഗസിന്റെ എക്കാലത്തെയും മികച്ച 100 സിനിമകൾ എന്ന പട്ടികയിൽ ഇടം പിടിച്ചു. 1988 പുഷ്പക വിമാനം എന്ന ഏക നിശബ്ദ ചലച്ചിത്രത്തിലും കമലഹാസൻ അഭിനയിച്ചു. സത്യ എന്ന ചിത്രത്തിൽ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുന്ന തൊഴിൽ രഹിതനായ യുവാവായും അഭിനയിച്ചു.
1989 പുറത്തിറങ്ങിയ അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിൽ 3 വ്യത്യസ്ത വേഷങ്ങളാണ് കമൽഹാസൻ അവതരിപ്പിച്ചത്. അതിൽ ഒന്ന് സർക്കസ് കൂടാരത്തിലെ കോമാളിയായ കുള്ളൻ്റേതായിരുന്നു. ടി.കെ. രാജീവ് കുമാർ ചാണക്യൻ എന്ന മലയാള ചലച്ചിത്രത്തിൽ അഭിനയിച്ചാണ് ആ പതിറ്റാണ്ട് കമൽഹാസൻ പൂർത്തിയാക്കിയത്. ചാണക്യൻ ഒരു ജനപ്രീതി നേടിയ ചിത്രമായിരുന്നു. 1980കളിൽ ദക്ഷിണേന്ത്യ മുഴുവൻ സ്വീകരിക്കപ്പെട്ട ഒരു മികച്ച അഭിനേതാവായി കമൽഹാസൻ മാറുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ എല്ലാ ഭാഷകളിലും ഫിലിം ഫെയർ അവാർഡുകളും 3 ദേശീയ അവാർഡുകളും കമൽഹാസൻ കരസ്ഥമാക്കി. അന്താരാഷ്ട്ര സിനിമാ മേളകളിലും കമൽഹാസന്റെ അഭിനയം ശ്രദ്ധ പിടിച്ചുപറ്റി. 1990ൽ 4 വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് മൈക്കിൾ മദന കാമരാജൻ എന്ന സിനിമ പുറത്തിറങ്ങിയത്. ഹാസ്യരംഗത്തേക്കുള്ള ഈ അഭിനയ പ്രതിഭയുടെ ഒരു കാൽവയ്പ് കൂടിയായിരുന്നു ഇത്. ഈ ചിത്രം വൻ വിജയമായിരുന്നു. പാലക്കാടൻ തമിഴ് സംസാരിക്കുന്ന പാചകക്കാരൻ്റെ വേഷം പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. സമനില തെറ്റിയ ഒരു മനുഷ്യൻ്റെ വേഷം അവതരിപ്പിച്ച ഗുണ, തേവർ മകൻ എന്നീ ചിത്രങ്ങളിലെല്ലാം കമൽഹാസന്റെ അഭിനയം വേറിട്ടു നിന്നു. തേവർ മകനിൽ പ്രശസ്ത നടനായ ശിവാജി ഗണേശന്റെ ഒപ്പമാണ് കമൽഹാസൻ അഭിനയിച്ചത്. തേവർ മകൻ മികച്ച ഒരു സിനിമയായിരുന്നുവെങ്കിലും വാണിജ്യപരമായി ഒരു പരാജയമായിരുന്നു. തേവർ മകൻ പിന്നീട് വിരാസത്ത് എന്ന പേരിൽ ഹിന്ദിയിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. തേവർ മകൻ അക്കൊല്ലത്തെ അക്കാദമി അവാർഡിനു വേണ്ടി ഇന്ത്യയുടെ ഔദ്യോഗിക ചിത്രമായിരുന്നു. കമൽഹാസൻ അഭിനയിച്ച മഹാനദി എന്ന ചിത്രം പുറത്തിറങ്ങി 6 കൊല്ലങ്ങൾക്ക് ശേഷം റോട്ടർഡാം സിനിമാ മേളയിൽ പ്രദർശിക്കപ്പെട്ടു. 1994ൽ പുറത്തിറങ്ങിയ നമ്മവർ എന്ന ചലച്ചിത്രത്തിൽ ഒരു കോളേജ് അധ്യാപകന്റെ വേഷമായിരുന്നു കമൽഹാസൻ ചെയ്തത്. വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകന്റെ വേഷമായിരുന്നു അത്. 1995ൽ ഹാസ്യം നിറഞ്ഞ പ്രണയം അവതരിപ്പിച്ച സതി ലീലാവതി എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി. ആ വർഷം അവസാനം പോലീസ് ഓഫീസറുടെ കഥ പറയുന്ന കുരുതിപ്പുനൽ എന്ന ചിത്രത്തിൽ മികച്ച ഒരു വേഷം ചെയ്യുകയുണ്ടായി. തമിഴിലെ പ്രശസ്ത നടന്മാരായ അർജുനും നാസറും ഈ സിനിമയിൽ കമൽഹാസനോടൊപ്പം തന്നെയുള്ള വേഷം അവതരിപ്പിച്ചു. അതിനുശേഷം ഇന്ത്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കമൽഹാസന് 3ാമത് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും അദ്ദേഹത്തിൻ്റെ അഴിമതിക്കാരനായ മകന്റെയും വേഷമാണ് കമൽഹാസൻ ഇന്ത്യൻ എന്ന സിനിമയിൽ ചെയ്തത്. മികച്ച വിജയം കൂടിയായിരുന്നു ഈ സിനിമ. ഈ 2 ചിത്രങ്ങളും അടുത്തടുത്ത വർഷങ്ങളിൽ അക്കാദമി അവാർഡിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ചിത്രങ്ങളായിരുന്നു. ഇന്ത്യൻ എന്ന ചലച്ചിത്രത്തിനു ശേഷം പുതുമയുള്ള ഒരു വേഷവുമായിട്ടായിരുന്നു കമൽഹാസന്റെ പുതിയ ചലച്ചിത്രം പുറത്തിറങ്ങിയത്. ഔവൈ ഷൺമുഖി എന്ന ചിത്രത്തിൽ വൃദ്ധയായ ഒരു സ്ത്രീയുടെ വേഷമാണ് കമൽഹാസൻ അവതരിപ്പിച്ചത്. ഈ ചിത്രം പിന്നീട് ഹിന്ദിയിൽ ചാച്ചി 420 എന്ന പേരിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. കമൽഹാസൻ തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തതും. 1997ൽ മുഹമ്മദ് യൂസഫ് ഖാന്റെ ജീവിതത്തെ ആസ്പദമാക്കി മരുതുനായകം എന്ന ഒരു ചിത്രം തുടങ്ങിയെങ്കിലും അത് പൂർത്തിയാക്കാൻ കമൽഹാസന് സാധിച്ചില്ല. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതായിരുന്നു മരുതുനായകം. ധാരാളം പ്രശസ്തരായ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും ഈ ചിത്രത്തിനായി കരാർ ഒപ്പിട്ടിരുന്നു. ബ്രിട്ടീഷ് രാജകുമാരിയാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കമൽഹാസന് ആ ചിത്രം പൂർത്തീകരിക്കാനായി സാധിച്ചില്ല. എന്നാൽ ആ ചിത്രം പൂർത്തീകരിക്കുക എന്നത് തൻ്റെ സ്വപ്നമാണെന്ന് കമൽഹാസൻ പറയാറുണ്ട്. ഈ സമയത്തു തന്നെ കാതല കാതല എന്ന പ്രണയഹാസ്യ ചിത്രത്തിലും കമൽഹാസൻ അഭിനയിച്ചു. ഹേ റാം എന്ന സിനിമയ്ക്ക് ശേഷം 2000 കാലഘട്ടം. സിനിമയിൽ നിന്നുള്ള 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹേ റാം എന്ന സിനിമയുമായാണ് കമൽഹാസൻ വീണ്ടും വ്യവസായ രംഗത്തേക്ക് തിരിച്ചു വരുന്നത്. ഹേ റാം എന്ന സിനിമ സംവിധാനം ചെയ്തതും അദ്ദേഹം തന്നെ ആയിരുന്നു. ഹേ റാം എന്ന സിനിമ ഇന്ത്യ വിഭജനവും അതിനെ തുടർന്ന് മഹാത്മാഗാന്ധിയുടെ മരണവും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും
ചിത്രീകരിച്ചിരിക്കുന്നു. അഭിനേതാവ്, സംവിധായകൻ, രചയിതാവ്, ഗാനരചയിതാവ് എന്നീ മേഖലകളിലും ഈ ചിത്രത്തിൽ ചെയ്തത് കമലഹാസൻ തന്നെയായിരുന്നു. ഹിന്ദിയിലെ പ്രശസ്ത നടനായ ഷാരൂഖ് ഖാനും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. അക്കാദമി അവാർഡിനു വേണ്ടി ഇന്ത്യയിൽ നിന്ന് അയച്ച ചിത്രമായിരുന്നു ഹേ റാം. ഹേ റാം ഇന്ത്യയിൽ വൻ പരാജയമായിരുന്നു എങ്കിലും ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ രംഗത്തു വന്നു. ആ വർഷം തന്നെ തെനാലി എന്ന ഹാസ്യപ്രധാനമായ സിനിമയിലും കമലഹാസൻ അഭിനയിച്ചു. യുദ്ധക്കെടുതി കൊണ്ട് മാനസിക നില തകരാറിലായ ഒരു യുവാവിൻ്റെ കഥയാണ് തെനാലി പറഞ്ഞത്. മലയാള ചലച്ചിത്ര നടനായ ജയറാമും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തു. വാണിജ്യപരമായി വൻ വിജയമായിരുന്നു തെനാലി. 2001 ആളവന്താൻ എന്ന ചിത്രത്തിൽ തികച്ചും വ്യത്യസ്തമായ 2 വേഷങ്ങളാണ് കമലഹാസൻ അവതരിപ്പിച്ചത്. അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്കായി തലമുടി മുഴുവൻ നീക്കം ചെയ്യുകയും 10 കിലോഗ്രാം ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കൂടാതെ അതിലെ തന്നെ അടുത്ത വേഷത്തിനായി നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ഒരു ഹ്രസ്വ പഠനത്തിനായി ചേരുകയും ചെയ്തു. രണ്ടാമത്തെ വേഷം ഒരു സൈനിക ഓഫീസറുടേതായിരുന്നു. റിലീസിന് മുൻപേ കിട്ടിയ പ്രശസ്തി കൊണ്ടാവാം സിനിമ വാണിജ്യപരമായി പരാജയമായിരുന്നു. അതിൻ്റെ നഷ്ടം നികത്താനായി വിതരണക്കാർക്ക് പ്രതിഫലം നൽകാൻ കമലഹാസൻ തയ്യാറായി. പമ്മൽ കെ സംബന്ധം, പഞ്ചതന്തിരം എന്നീ ഹാസ്യ സിനിമകൾക്ക് ശേഷം കമലഹാസൻ തൻ്റെ 3ാമത്തെ സിനിമ സംവിധാനം ചെയ്തു. വിരുമാണ്ടി എന്ന ചിത്രം മരണശിക്ഷയെക്കുറിച്ചുള്ളതായിരുന്നു. പുക്കോൺ ഫിലിം മേളയിൽ ഏറ്റവും മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള അവാർഡ് ഈ ചിത്രം നേടുകയുണ്ടായി. മാധവനോടൊപ്പം അൻപേ ശിവം എന്ന ചിത്രത്തിലും കമലഹാസൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയുണ്ടായി. മലയാളം സിനിമ സംവിധായകൻ പ്രിയദർശനാണ് ഈ സിനിമ തുടങ്ങിവെച്ചത്. എങ്കിലും സി സുന്ദർ എന്ന വാണിജ്യ സിനിമകളുടെ സംവിധായകനാണ് ചിത്രം പൂർത്തിയാക്കിയത്. നല്ല ശിവം എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വേഷമാണ് കമലഹാസൻ ഈ ചിത്രത്തിൽ ചെയ്തത്. ഹിന്ദി സിനിമയായ മുന്നബായി MBBS തമിഴിലേക്ക് പുനർനിർമ്മാണം നടത്തിയപ്പോൾ നായകവേഷം ചെയ്തത് കമലഹാസനായിരുന്നു. 2004 ഇറങ്ങിയ ഈ ചിത്രം വാണിജ്യപരമായി മികച്ചതായിരുന്നു. മുംബൈ എക്സ്പ്രസ് എന്ന ഹാസ്യ സിനിമ കമൽഹാസൻ തന്നെ രചന നിർവഹിച്ച് പുറത്തിറങ്ങി. പക്ഷേ തമിഴ് പുതുവർഷത്തിലിറങ്ങിയ ഈ ചിത്രം വളരെയധികം നിരാശപ്പെടുത്തി. ആ സമയത്ത് തന്നെയായിരുന്നു രജനികാന്ത് അഭിനയിച്ച ചന്ദ്രമുഖി എന്ന സിനിമയും പുറത്തിറങ്ങുന്നത്. ഇതും കമലഹാസന്റെ ചിത്രത്തിനെ ബാധിച്ചു. 2006 ഗൗതം മേനോൻ സംവിധാനം ചെയ്ത കമലഹാസൻ പോലീസ് വേഷത്തിൽ അഭിനയിച്ച വേട്ടയാട് വിളയാട് എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം പുറത്തിറങ്ങി. വളരെ കാലമായി ചിത്രീകരണം നീണ്ട ഒരു സിനിമ ആയിരുന്നു അത്. 2008 കമലഹാസൻ 10 വ്യത്യസ്ത വേഷങ്ങളിൽ അഭിനയിച്ച ദശാവതാരം എന്ന സിനിമ പുറത്തിറങ്ങി. തമിഴ്, തെലുങ്ക് തുടങ്ങിയ വ്യത്യസ്ത ഭാഷകളിൽ ഒരേ സമയം തന്നെയാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. അസിനാണ് കമലഹാസന്റെ നായികയായി അഭിനയിച്ചത്. തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ സിനിമ ഇതാണെന്ന് കരുതപ്പെടുന്നു. കമലഹാസന്റെ ഈ സിനിമയിലെ അഭിനയം വളരെയധികം നിരൂപക പ്രശംസ പിടിച്ചുപറ്റുകയുണ്ടായി. കാനഡയിൽ ലോകപ്രശസ്ത സിനിമ നിർമ്മാണ വിതരണ കമ്പനിയായ വാൾട്ട് ഡിസ്നിയാണ് ചിത്രത്തിന്റെ വിതരണം നടത്തിയത്. വാൾട്ട് ഡിസ്നി വിതരണം ചെയ്യുന്ന ആദ്യത്തെ തമിഴ് സിനിമ കൂടിയാണ് ഇത്. 250 കോടി ഇന്ത്യൻ രൂപ ഈ ചിത്രം നേടി എന്ന് കണക്കുകൾ പറയുന്നു. ദശാവതാരത്തിന്റെ കഥയും തിരക്കഥയും കമലഹാസൻ തന്നെയാണ് നിർവഹിച്ചത്.